സഹോദരന്മാരെ, കേരളത്തിൽ ഓണാഘോഷം തകൃതിയായി നടന്ന് ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് പല അഭിപ്രായങ്ങളും തർക്കങ്ങളും ചർച്ചകളും ട്രോളുകളും വിമർശനങ്ങളും എല്ലാം നടന്നുകൊണ്ടേയിരിക്കുക സോഷ്യൽ മീഡിയയിൽ അല്ലേ. അതിന് കാരണം എന്നാ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ പോയിട്ട് ഓണാഘോഷങ്ങളിൽ പങ്കെടുത്ത് ആഭാസമുഖകരമായ ആഘോഷങ്ങളാക്കി മാറ്റുമ്പോൾ അതിന് ഉത്തരവാദപ്പെട്ട ഉസ്താദന്മാർ പറയുന്നു, മക്കളെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അങ്ങനെ പോയിട്ട് ഇങ്ങനെ ആകരുത്, നിങ്ങൾക്കൊരു നരിയം വിലയുണ്ട്, അത് കാത്തു സൂക്ഷിക്കണം. അങ്ങനെ പറഞ്ഞ ഉസ്താദിനെ എന്ത് ചെയ്യുക, അതിൽ രൂക്ഷമായി വിമർശിക്കുക. ഒരു ഉസ്താദിനെ ഇബ്നു കൽബെ എന്നാണ് ഒരു വ്യക്തി അഭിസംബോധന ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടെ സോഷ്യൽ മീഡിയയിൽ. അതേപോലെ ഒരു സ്ത്രീ പറഞ്ഞ്, നിങ്ങൾ ഹിജാബ് ധരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഓണാഘോഷത്തിൽ പോയിട്ട് ആടലും പാടലും തുള്ളലും നടത്തണ്ടെന്ന് ആ സ്ത്രീയെ വളരെ മോശമായിട്ടാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആരെങ്കിലും ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഇങ്ങനെ ആഭാസകരമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അരുത് എന്ന് പറയുന്നവരെത്തിയ വളരെ മോശമായിട്ട് വിമർശിക്കുക. അതിന് കാരണം എന്നാ, അത് വരുത്തി വെച്ചതാരാ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ. നമ്മളിപ്പോ രക്ഷിതാക്കന്മാർ പറഞ്ഞേക്കുന്ന ഒന്ന്, മക്കളെ പറഞ്ഞേക്കുമ്പോ രക്ഷിതാക്കന്മാർക്ക് ചെറിയൊരു ഉത്തരവാദിത്തം ഇല്ലേ? നിങ്ങളെ മക്കളെ നിങ്ങൾ പറഞ്ഞേക്കുമ്പോ ആഭാസകരമായ രീതിയിലേക്ക് പോകുമ്പോ ആഘോഷങ്ങളിലെല്ലാം പങ്കെടുക്കണോ, എല്ലാം നല്ലതാണ്, പരസ്പരം പങ്കെടുത്തും കൊടുത്തും വാങ്ങിയിട്ടുള്ള ജീവിതമാണ് നമ്മൾ. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രമാത്രം എന്താ പറയാ ആഭാസകരമായ രീതിയിൽ റീലുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയ സോഷ്യൽ മീഡിയയിലെ റീലുകൾ ഏത് സമുദായത്തിന്റെ ആണെന്നുള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണ്ടേ. പണ്ടുള്ളവർ പറയുമെന്ന്, മോന്തായം വളഞ്ഞാൽ 68 വളയുന്നു. ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മോന്തായം. ആ മോന്തായത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളതിനെല്ലാം അത് ബാധിക്കും. അതേപോലെ തന്നെയാണ് ഇന്ന് ഒരു മുസ്ലിം കേന്ദ്രീകൃത പ്രദേശം, ഒരു മുസ്ലിം വിഭാഗങ്ങൾ മഹല്ലി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം. മുസ്ലിങ്ങളുടെ മഹല്ലിന്റെ മോന്തായ എന്ന ആ പള്ളി, അപ്പുറത്തെ നാട്ടിലുള്ള ഉസ്താദാണോ, അല്ലെങ്കിൽ ആ നാട്ടിലുള്ള പള്ളിയാണോ, അല്ലെങ്കിൽ ആ പള്ളി കമ്മിറ്റിയാണോ, അല്ലെങ്കിൽ ആ നാട്ടിലുള്ള വലിയ പൈസക്കാരനായ ആജിക്കിയാണോ ഒരു മുസ്ലിം മഹലിന്റെ മോന്തായം? അല്ല. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന ആ മഹലിന്റെ കാദിയാണ്. എന്ന് കാവിയല്ലേ, കാവി. ഈ കാവി തന്നെ വളഞ്ഞു പോയാലെന്ന് ചെയ്യാ. നിങ്ങൾ ഇതൊന്ന് കേട്ടോക്കിയട്ടെ. വലിയ കാതിയാ, ചെറുതൊന്നല്ല പോലും, 500, 1000 പള്ളിന്റെ കാതിയാ പോലും. ഈ കാതി ഓണത്തെ കുറിച്ച് പാടുന്ന പാട്ട് നിങ്ങളൊന്ന് കേട്ടോക്കിയേ. മോന്തായ ഇത്. ഈ മോന്തായം വളഞ്ഞാൽ പിന്നെ ബാക്കി തേച്ചും വളയൂലേ? പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ എന്ത് നല്ല സുന്ദരമായിട്ടാണ് ഈ കാതിയാറ് ഓണപ്പാട്ട് പാടുന്നത്. എന്നാൽ ഈ ഫലസ്തീന് വേണ്ടിയിട്ട് ദുആ ചെയ്ത് എന്നാ പറഞ്ഞ്, ഫലസ്തീനികൾക്ക് ഫർജ് വിശാലമാക്കി കൊടുക്കണേ. അതേപോലെ കാസർഗോഡ് വെച്ചിട്ടൊരു അറബി അല്ല നമ്മളെ മുമ്പിലുണ്ടല്ലോ, അതെങ്ങനെയാണ് ഓതിയത് ഈ കാദി എന്ന് പറയുന്ന ഇദ്ദേഹം? അതിനെക്കുറിച്ച് ഞാൻ ഇപ്പം വിശദീകരിക്കുന്നതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓണപ്പാട്ട് നല്ല കണ്ടീഷനായിട്ട് പാടാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആർക്ക്? മുസ്ലിങ്ങളെ 1000 പള്ളിന്റെ 500 പള്ളി 1000, 1500 അങ്ങനെ പോകും കാദിയാർക്ക്. ഈ കാദിയാറല്ലേ ഈ കുട്ടികളെ നിയന്ത്രിക്കണ്ടേ അല്ലേ? നമ്മളെ കണ്ടിട്ടല്ലേ നമ്മളെ മക്കൾ മുന്നോട്ട് പോകണ്ടേ അല്ലേ? അങ്ങനെയല്ല പറയാ. എന്നാൽ ഈ കാദിയാറ് തന്നെ എന്ത് ചെയ്ത് ഓണാഘോഷത്തിന് എല്ലാവിധ സപ്പോർട്ട് ചെയ്ത് പാട്ട് പാടിയിട്ട് വിടുന്നു. എങ്ങനെയുണ്ട്? മോന്തായം വളഞ്ഞിട്ടില്ലേ? എന്നാൽ ഈ കുട്ടികളോട് ഓരോ മഹലിലുള്ള ഉസ്താദുമാർക്ക് പറയാൻ വേണ്ടി പറ്റുക, മക്കളെ നിങ്ങൾ ഓണാഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണോ, മാന്യത പുലർത്തണമെന്ന് പറയാൻ വേണ്ടി പറ്റുക? എന്നാലും അറിയാ, എല്ലാ ഉസ്താദ നിങ്ങളേത് ലോകത്താ നമ്മളെ കാദിയാറെ പാട്ട് കേൾക്കിങ്ങൾ എന്ന് പറഞ്ഞിട്ട് കേൾപ്പിച്ചു കൊടുക്കില്ലേ എന്ന്. ഞാൻ തന്നെ ഒരു കുട്ടിയോട് പറഞ്ഞു, എന്തോ ഒരു ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ മോളെ നേടിയാ പോകുന്നത് എന്നാ പറഞ്ഞു, നമ്മള് സ്കൂളിൽ ഓണാഘോഷത്തിലാണ്, നല്ല നമ്മളെ എന്ത് ചെയ്യണോ, ശ്രദ്ധിക്കണോ, ഇതെല്ലാം പറഞ്ഞാലും പറഞ്ഞു ഇങ്ങനെയൊന്നും പോറ്, കുറച്ചെല്ലാം ഒരു ഇത് മാന്യതരം പുലർത്തുന്ന നല്ലല്ലേ മോളെ. നിങ്ങളെന്നാ പറയുന്നത്, നമ്മളെ കാദിയാറെ പാട്ട് വെക്കുന്നിട്ട് പാട്ട് കേൾപ്പിച്ചിരിക്കുക. നമ്മളെ പള്ളിന്റെ കാദിയാ പോലും എന്റെ പള്ളിന്റെ ഏതോ ഒരുത്തം പോയിട്ട് വയ്യത്ത് ചെയ്തെന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കുന്നില്ല. വേറെ വിഷയോ, അത് വേറെ വിഷയമാണ്. ആ കുട്ടി പറയും നമ്മളെ പള്ളിയിലെ കാതിന്റെ ഇതാ പാട്ട് വെക്കുന്നു. ഇതാണ് അവസ്ഥ. ഒരു രക്ഷിതാവിന് മക്കളോട് പറയാൻ വേണ്ടി പറ്റുക, നിങ്ങൾ പോകാൻ വേണ്ടി പാടില്ല. അന്നേരം കുട്ടികൾ രക്ഷിതാവിന് കാണിച്ചു കൊടുക്കല്ലേ ചെയ്യുന്നത്. നമ്മളെ കാതി ഇപ്പൊ ഈ കാതി അംഗീകരിക്കുന്നുണ്ടാ, ഈ കാതിയാറെ പാട്ട് വെക്കുന്നു. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ആരും ഇതിനെക്കുറിച്ച് മിണ്ടാണ്ടിക്കുന്നതാണ് ഏറ്റവും ഹയർ. കുട്ടികൾ പോകുന്ന വഴിക്ക് പോയിക്കോട്ട്. കാരണം നമ്മളെ മോന്തായം വളഞ്ഞിട്ടുണ്ട്. ആ മോന്തായം ശരിയാക്കാത്ത കാലത്തോളം ഇതേ അവസ്ഥയായിരിക്കും. ഇക്കൊല്ലത്തെ ഓണാഘോഷത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം പെൺകുട്ടികളാണ് അഴിഞ്ഞാടിയത് ഇല്ലേ? അതിനെതിരെ പറഞ്ഞ ഉസ്താദുമാരോടും അതിനെതിരെ പറഞ്ഞവരോടും പരടിക്കേറാനല്ലേ വന്നേ പലരും. സോഷ്യൽ മീഡിയ അതിനല്ലേ ഉപയോഗിച്ച്. ഇതെന്തുകൊണ്ട്? മോന്തായം വളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത കൊല്ലം നമ്മളെല്ലാം ബാക്കിയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ നോക്കി, ഈനാക്കാട്ടിയും വലിയ ആഭാസകരമായ രീതിയിലായിരിക്കും മുസ്ലിം പെൺകുട്ടികൾ നാട്ടു റോഡുമിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിന്റെ മുറ്റത്ത് നിന്ന് അഴിഞ്ഞാടുന്നു. അതിന് കാരണം എന്നാ? മോന്തായം വളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആദ്യം മോന്തായം ശരിയാക്ക്.
മോന്തായം ശരിയാക്കാത്ത കാലത്തോളം ഇതേ അവസ്ഥയെ പോകും. നിങ്ങൾ വിമർശിച്ചിട്ട് കാര്യമില്ല. കുട്ടികൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതിൽ യാതൊരു സംശയമില്ല കേട്ടാ.